നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. തില്ലങ്കേരി ബഡ്സ് സ്കൂൾ കെട്ടിടോദ്ഘാടനം മന്ത്രി എം.പി. രാജേഷ് നിർവഹിച്ചു. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന ബഡ്സ് സ്കൂൾ സംസ്ഥാന സർക്കാരിന്റെ വികസന മാതൃകയുടെ മികച്ച ഉദാഹരണങ്ങളാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് തില്ലങ്കേരി ബഡ്സ് സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാനസികവും ശാരീരികവുമായ വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷി കുട്ടികൾക്കുള്ളതാണ്. കേരളത്തിൽ കുടുംബശ്രീയുടെ മുൻകൈയിൽ 378 ഇത്തരം സ്ഥാപനങ്ങളുണ്ട്. അതിൽ 212 ബഡ് സ്കൂളും 166 ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററും. 18 വയസ്സ് വരെയുള്ളവർക്കാണ് ബഡ് സ്കൂള്. 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററാണ്. ഈ കുട്ടികളെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക, അവർക്ക് പലതരത്തിലുള്ള കഴിവുകളുണ്ട്, അത് പരിപോഷിപ്പിച്ച് അവരെ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ അതിനുള്ളിൽ കയറി കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ നല്ല സൗകര്യങ്ങളോടുകൂടിയ മികച്ച സജ്ജീകരണങ്ങളോട് കൂടിയിട്ടുള്ള ബഡ് സ്കൂളാണ് ആരംഭിച്ചിട്ടുള്ളത്. അതിന് കൈകോർത്ത ഗ്രാമപഞ്ചായത്തിനെയും ജില്ലാ പഞ്ചായത്തിനെയും അതുപോലെ കുടുംബശ്രീയെയും പിന്നെ ഭൂമി സൗജന്യമായി നൽകിയ ഡോക്ടർ സലീം അദ്ദേഹത്തെയും ഞാൻ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ഹൃദ്യമായി അഭിനന്ദിക്കുകയാണ്. ഒരു കെട്ടിടം മാത്രമല്ല, തില്ലങ്കേരി പഞ്ചായത്തിൽ മുണ്ടൻചാലിൽ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ചേർന്ന് 66,49,000 രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. 3 ക്ലാസ് മുറികൾ, ഓഫീസ് റൂം, ഡൈനിങ് ഹാൾ, കിച്ചൺ, വരാന്ത, ടോയ്ലറ്റ് ബ്ലോക്ക് എന്നീ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ 15 സെന്റ് സ്ഥലം ഡോക്ടർ സലീം സൗജന്യമായി വിട്ടു നൽകിയതാണ്. കെ ശൈലജ ടീച്ചർ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോയ് കുര്യൻ മുഖ്യ അതിഥിയായി. തില്ലങ്കേരി പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ TV നിതിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രീമതി, വൈസ് പ്രസിഡന്റ് അണിയേരി ചന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KV ആശ, V വിമല, PK രതീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ P സനീഷ്, തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ KV രാജൻ, N മനോജ്, രമണി മിന്നി, C നസീമ തുടങ്ങിയവർ പങ്കെടുത്തു. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ.